ഹലോ ഹലോ ഹായ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മുടെ ഓൾട്ടർനേറ്റീവ് വീക്കെൻഡ്സ് ഒക്കെ നമ്മൾ നമ്മുടെ യാമിക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഓൾട്ടർനേറ്റീവ് വീക്കെൻഡ്സിലെ സാറ്റർഡേയ്സ് യാമിനെയും കൊണ്ട് ലൈബ്രറിയിൽ പോയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ബുക്സ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ലൈബ്രറിയിൽ പോകുമ്പോൾ നിങ്ങളെയും കൊണ്ടുപോകാന്ന് അല്ലേ യാമി? ഇവരെയും കാണിക്കാല്ലേ നമുക്ക്. ഇവിടുത്തെ ലൈബ്രറിയിൽ കിഡ് സെക്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ ചെന്നിട്ട് അവിടെ എല്ലാ ഏജസിൽ പറ്റിയ പിള്ളേർക്ക് ഒരു 3 months തുടങ്ങിയിട്ടുള്ള പിള്ളേർക്ക് പറ്റുന്ന ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓരോ ദിവസം ചെല്ലുമ്പോൾ ഓരോരോ ആക്ടിവിറ്റീസും കൂടെ അവരവിടെ നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഒരു ദിവസം ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ കുറെ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും പിള്ളേർക്ക് കളിക്കാനായിട്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് പോയി കണ്ടാലോ? പോവാ കം എല്ലാരും ബാ, നമുക്ക് പോവാം. ലൈബ്രറി ചെന്നിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ബുക്കൊക്കെ റിട്ടേൺ ചെയ്തു. ഇവിടെ എല്ലാം സെൽഫായിട്ടാണ്. നമ്മൾ ബുക്ക് റിട്ടേൺ ചെയ്യണമെങ്കിലും അത് ബോറോ ചെയ്യണമെങ്കിലും റിന്യൂ ചെയ്യണമെങ്കിലും ഒക്കെ ഈ മെഷീനിൽ ചെന്നിട്ട് ചെയ്താൽ മതി. സാധാരണ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ബിൽഡിംഗ് ബ്ലോക്സും പെയിന്റ് ചെയ്യാനുള്ള പിക്ചേഴ്സ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഇപ്രാവശ്യം കുറെ ഗെയിംസും സംഭവങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇതൊന്നും യാമിയുടെ ഏജിന് പറ്റുന്നതായിരുന്നില്ല. യാമി നേരെ ഓടിച്ചെന്നത് ബിൽഡിംഗ് ബ്ലോക്സ് കളിക്കാനായിരുന്നു. യാമി ഇപ്രാവശ്യം നമ്മൾ ചെന്നപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഗിഫ്റ്റ് പാക്ക് ഉണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് പാക്ക് എന്താന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് അട്രാക്റ്റീവ് ആയിട്ടാണ് ഈ ലൈബ്രറിയിൽ അവർ ബുക്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണത് എന്നുള്ളത്. ഇത്തവണ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ കിട്ടിയോണ്ട് യാമിക്ക് ബുക്ക് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റേ ഉണ്ടായിരുന്നില്ല. അവസാനം സൂര്ജ് ഒരു ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അത് കണ്ടിട്ട് ഒരു ബുക്ക് എടുത്ത് വന്ന് ഒരുമിച്ചിരുന്ന് കുറച്ചു നേരമൊക്കെ വായിച്ചു. കുറച്ചു നേരമൊക്കെ ബുക്സ് ഒക്കെ വായിച്ചിട്ട് യാമി പിന്നെയും നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് കളിക്കാൻ പോയി. അങ്ങനെ കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം യാമി അവൾ ഉണ്ടാക്കിയ സാധനം ഞങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തന്നു. അതെന്താണെന്നൊന്നും മനസ്സിലായില്ല. ലൈബ്രറിയുടെ ഒരു കോർണറിൽ കുറച്ച് ക്രയോൺസും ഡ്രോയിങ് പേപ്പേഴ്സും പസിൽസും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്രയോൺസും ഒരു ഡ്രോയിങ് പേപ്പറും എടുത്തിട്ട് യാമിക്ക് കൊണ്ട് കൊടുത്തു. പിന്നെ കുറച്ച് നേരത്തേക്ക് യാമി അവിടെ ഇരുന്ന് കളറിംഗ് ഒക്കെ ആയിരുന്നു പരിപാടി. യാമിയെ കളർ ചെയ്യാൻ വിട്ടതിന് ശേഷം കുറച്ച് സമയം ഞങ്ങളും ഞങ്ങളുടെ വായനാശീലൊക്കെ ഒന്ന് പൊടി തട്ടാന്ന് വെച്ച് രണ്ടുപേരും കുറച്ചു നേരം പുസ്തകമൊക്കെ വായിച്ചിരുന്നു. ഞാൻ ഇത്തവണ യാമിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ച ബുക്സ് ഇതൊക്കെയാണ്. 3 ബുക്സാണ് ഞാൻ ഇത്തവണ യാമിക്ക് വേണ്ടി എടുത്തത്. അങ്ങനെ ഈ 3 ബുക്കും എടുത്തിട്ട് നമ്മളെ വീട്ടിലേക്ക് പോയി. ഇത്രേ ഉള്ളൂ നമ്മുടെ ലൈബ്രറി വിശേഷം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.